ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയതായിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് 2021 മുതൽ 24 വരെയുള്ള ചോദ്യപേപ്പറുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വരാനിരിക്കുന്ന 10th മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വരെ യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ ചോദ്യങ്ങളും എടുക്കുന്നു. ആ ചോദ്യങ്ങളിലെ 4 ഓപ്ഷനുകളും ഡിസ്കസ് ചെയ്തും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾ ഇൻ ഓളിലുള്ള ഒരു റിവിഷൻ കൂടിയാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് നേരെ ഡിസ്കഷനിലേക്ക് പോകാം. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 94/2024 നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ഓൾറെഡി എല്ലാവരും പഠിച്ച് റിവിഷൻ ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഓരോ ചോദ്യങ്ങളും വായിച്ച്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? ഓക്കെ, നോക്കിയേ. ഒന്നാമത്തെ ഓപ്ഷൻ വൈക്കം സത്യാഗ്രഹം, 2 ചാന്നാർ ലഹള, അടുത്തത് മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ഷേത്രപ്രവേശന വിളംബരം, 4 മലബാർ കലാപം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്. ഈ പറയുന്നതിനെ കാലഗണന ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്ന വൈക്കം സത്യാഗ്രഹമാണ്. PSC ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാന്നുള്ളത്. എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. രണ്ടാമത്തെയാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ്? 1859 ചാന്നാർ ലഹള നടന്നത്. അടുത്തതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അത് 1936 എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അടുത്തതാണ് മലബാർ കലാപം. നടന്ന വർഷം 1921. ഒത്തിരി തവണ PSC തന്നെ ചോദിച്ചതാണ് ഈ 4 പ്രധാനപ്പെട്ട വർഷങ്ങളും അതേപോലെ തന്നെ അന്ന് നടന്ന സംഭവം ഏതാണെന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കാലഗണന ക്രമത്തിൽ ആദ്യം വരുന്നത് എന്ന് പറയുന്നത് ഏതായിരിക്കും? ചാന്നാർ ലഹളയാണ്. 1859 നടന്ന ചാന്നാർ ലഹളയാണ് ആദ്യം നടന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, ഓപ്ഷനിലേക്ക് നോക്കിയേ. A ഓപ്ഷനും അതേപോലെ തന്നെ എന്താണ് C ഓപ്ഷൻ നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? നിലവിലെ എലിമിനേറ്റ് ചെയ്ത് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വരുന്ന ആൻസർ എന്ന് പറയുന്നത് ബിയും ഡിയുമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള നടന്നത് 1859. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഏതാണ്? നോക്കിയേ, 1924 വൈക്കം സത്യാഗ്രഹം, 36 ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം എന്ന് പറയുന്നത് 1921. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ? അതായത് എന്താണ്? അതായത് 4ാമത്തെ മലബാർ കലാപമാണ് രണ്ടാമത് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഓൾറെഡി നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചാന്നാർ ലഹള അറിയാൻ പാടില്ലാത്തൊരു ഉദ്യോഗാർത്ഥി ഉണ്ടാവത്തില്ല. അപ്പോൾ ചാന്നാർ ലഹള 1859 എന്നറിയുന്ന ഒരാൾക്ക് ഈ പറയുന്ന ബി ഓപ്ഷനും ഡി ഓപ്ഷനുമാണ് വരുന്നത്. അതിൻ്റെ ബി ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് വന്നത് മലബാർ കലാപം 1921 പിന്നീടാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം 1924 വരുന്നത്. അതിനുശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വർഷങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. തീർച്ചയായിട്ടും അടുത്തൊരു എക്സാമിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ്. ഓക്കെ, അപ്പോൾ 5 തെങ്ങ് കലാപം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1697 5 തെങ്ങ് കലാപം നടന്നത്. ഓക്കെ, അപ്പോൾ 5 തെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന മറ്റൊരു വർഷമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഓഗസ്റ്റ് 10 ആറ്റിങ്ങൽ കലാപം. അടുത്തതാണ് കുറിച്യർ കലാപം. നടന്ന വർഷം 1812 കുറിച്യർ കലാപം. ഇനി കുളച്ചൽ യുദ്ധം നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1741 കുളച്ചൽ യുദ്ധം. കുണ്ടറ വിളംബരമാണെങ്കിൽ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അടുത്തതാണ് പണ്ടാരപ്പാട്ട വിളംബരം. നടന്ന വർഷം 1865. ചാന്നാർ ലഹള നടന്ന വർഷം 1859. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നതാണെങ്കിലോ 1917.
പൗരസമത്വവാദ പ്രക്ഷോഭമാണെങ്കിൽ 1919 അതേപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1924 മാർച്ച് 30. ശുചീന്ദ്രം സത്യാഗ്രഹമാണെങ്കിൽ 1926 ഫെബ്രുവരി 19. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരമാണെങ്കിലോ 1936 നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നതാണ്. മലബാർ കലാപം 1921, വാഗൺ ട്രാജഡി 1921 നവംബർ 10. നിവർത്തന പ്രക്ഷോഭം ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. നിവർത്തന പ്രക്ഷോഭം 1932. വൈദ്യുതി പ്രക്ഷോഭമാണെങ്കിൽ 1936 നടന്ന ജില്ല തൃശ്ശൂരാണ്. അതേപോലെ തന്നെ കല്ലറ പാങ്ങോട്ട് സമരം നടന്നത് 1938. കടയ്ക്കൽ പ്രക്ഷോഭം 1938 സെപ്റ്റംബർ 10. മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941. കരിവള്ളൂർ സമരം 1946. തോൽവിറക് സമരം 1946. കുട്ടംകുളം സമരം 1946 നവംബർ 15. അതേപോലെ തന്നെ MSB സമരം 1946. പാലിയം സത്യാഗ്രഹം 1947. മാഹി വിമോചന സമരം 1948. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ഒത്തിരി തവണ ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ. അത് LDC ആണെങ്കിലും LGS ആണെങ്കിലും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ PSC ചോദിച്ചേക്കണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം 25 വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന നമ്മൾ നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ഇനി നാലാമത്തെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ. ഇതിൻ്റെ അകത്ത് ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയായത്. ഒന്നാമത്തെ നമുക്ക് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ ഒരു ചോദ്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയാണ് ഈ ഒരു മുദ്രാവാക്യം എന്ത് ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഒത്തിരി തവണ PSC എക്സാമുകളിൽ ഒക്കെ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത് ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ നോക്കുക. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ് എന്നുള്ളതാണ്. അത് 1921 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ്? അല്ല, നമുക്കറിയാം 1919 ജാലിയൻ വാലാബാഗ് എന്ത് ചെയ്തത് ദുരന്തം നടന്നത്. അത് 1919 ഏപ്രിൽ 13. ഇതിൻ്റെ അകത്ത് എന്താണ് ഇയർ തെറ്റാണ്, പക്ഷെ ഡേറ്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ 1919 എന്ത് നടന്നത് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ്. അടുത്തത് നോക്കുക. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 നടന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് ചിലപ്പോൾ 1948 ജനുവരി ആ ഒരു ഓപ്ഷൻ എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിക്കഴിയുമ്പോൾ 48 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് നടന്നോ എന്നുള്ളത് ചിലപ്പോൾ എന്താണ് വലിയ കാര്യമായിട്ട് നമുക്ക് അറിയാൻ പാടുണ്ടാവില്ല. അതേപോലെ തന്നെ എന്താണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വച്ചാണ്. അപ്പോൾ ലണ്ടനിൽ വച്ച് തന്നെയാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ പോയിന്റ്സ് ശരിയാണ്. അതേപോലെ തന്നെ എന്താണ് നാലാമത്തെ നമുക്കറിയാം. ഓക്കെ, അതേപോലെ രണ്ട് തെറ്റാന്നുള്ളത് അറിയാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിലവിൽ ഈ പറയുന്ന B നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് D നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് Aയും Cയും ആണ്. Aയും Cയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ശരിയാണ്, രണ്ടിലും വന്നിട്ടുണ്ട്. രണ്ടാമത് വന്നിരിക്കുന്നതോ ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് പറയുന്നത് 1919 നമുക്കറിയാലോ. ഈ രണ്ടെണ്ണം നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ C ആണ് ആൻസർ എന്നുള്ളത്
സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് എന്താണ്, ഒന്നാമത്തെ നമ്മൾ ശരിയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, രണ്ടാമത്തെ തെറ്റാണ്. നോക്കിയേ, രണ്ട് മാത്രം. അപ്പൊ ഈ 2 പോയി, പിന്നുള്ളത് ഈ 3. അതിൻ്റെ അകത്ത് എന്താണ്, ഈ പറയുന്ന 3 ശരിയാണ്, പിന്നുള്ളത് 4. രണ്ടാം വട്ടമേശ സമ്മേളനം 31. നമ്മുടെ ആൻസർ എന്താണ്, ശരിയാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം, ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമായിരുന്നു എന്തെന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കൊണ്ട് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമായിരുന്നു എന്തെന്ന് പറയുന്നത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക, നാടുവിടുക, ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറയുന്നത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് പറയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണ ആസഫലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് രൂപം കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എന്നാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 1942 ഓഗസ്റ്റ് 9-നാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 42 ഓഗസ്റ്റ് 8, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 42 ഓഗസ്റ്റ് 9, ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാണ് ഡോക്ടർ KB മേനോനാണ്. എന്ത്, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അടുത്തത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അതായത് 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അമൃതസർ ആണ്. പഞ്ചാബിലെ അമൃതസറിലാണ് എന്ത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റൗലറ്റ് നിയമമാണ് ഇതിന് കാരണമായ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗാന്ധി വധത്തെ കുറിച്ചൊന്ന് നോക്കാം. 1948 ജനുവരി 30-നാണ് ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വച്ച് വൈകുന്നേരം ഏകദേശം 5:17-നാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. മരണദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ ഘാതകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നാഥുറാം വിനായക് ഗോഡ്സെ. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതുമാണ്. നമുക്ക് എല്ലാവർക്കും ഗാന്ധിജിനെ ക്യുസിലൊക്കെ ഒത്തിരി തവണ വന്നേക്കണ ഒരു ചോദ്യവുമാണ് ഗാന്ധിയുടെ ഘാതകൻ ആരാന്നുള്ളത്. അത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാന്ന് ചോദിച്ചാൽ അത് അംബാല ജയിലാണ്, പഞ്ചാബ്. നാഥുറാമിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നാരായൺ ദത്രേയ ആപ്തെയാണ്. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റാലിയൻ നിർമ്മിത ബെറിറ്റ പിസ്റ്റലാണ്. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹേറാം എന്നതാണ് ഗാന്ധിജി അവസാനമായിട്ട് ഉച്ചരിച്ച വാക്ക്. ഗാന്ധിജി സമാധി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ഗാന്ധിജി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കപൂർ കമ്മീഷൻ ആണ്. ഏതാണ്, കപൂർ കമ്മീഷൻ. ഓക്കെ, നമുക്ക് ഇത്രയാണ് ഇതിൻ്റെ അത് പഠിക്കാനുള്ളൂ. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി, അതായത് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്ക് LDCയുടെ സമയത്തൊക്കെ ഞാൻ എന്താണ് ഈ പറയുന്ന നാറ്റോ, സീറ്റോ, സെൻറ്റോ ഒക്കെ വളരെ വ്യക്തമായി തന്നെ ക്ലാസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ പോയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നാറ്റോയുമായി ബന്ധമില്ലാത്തതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. 1949-ലാണ് ഇത് സ്ഥാപിതമായത്. ശരിയാണോ? ശരിയാണ്. 1949 ഏപ്രിൽ 4-ലാണ് നാറ്റോ എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത്. ഇനി ഇതിന്റെ ആസ്ഥാനം പറയുന്നത് ജനീവയാണ്. ആ ഒരു ഓപ്ഷൻ തെറ്റല്ലേ? നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്?
ബ്രസൽസ് ബെൽജിയമാണ്. ഓക്കെ, അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്, ബെൽജിയം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ തെറ്റാണ്. 1949 സ്ഥാപിതമായത്, ഏപ്രിൽ 4. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ശരി, 2 തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ 2 ഓപ്ഷൻ എന്താണ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ശരിയായതുകൊണ്ട് എന്താണ് ഈ പറയുന്ന 2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മാത്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നിലവിൽ ഇതിൻ്റെ അകത്ത് പറയേണ്ടത് എന്താണ്? നിലവില് തെറ്റായത് മാത്രമാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? നിലവില് തെറ്റാണ്. ഒന്നാമത്തെ ശരിയാണ്. രണ്ടാമത്തെ ഇതിന്റെ ആസ്ഥാനം ജനീവ അല്ല, എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ 2 ഓപ്ഷനിൽ ഏതാണോ അതാണ് ശരി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, 1 ശരിയാണ്, 4 എന്ന് പറയുന്നത് നമുക്ക് നോക്കേണ്ട എന്താണ്? നിലവിൽ എന്തായിരിക്കും? അതും തെറ്റായിരിക്കും. നോക്കിയേ, അടുത്ത് നോക്കിയേ 2, കാരണം 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ 1 ഉള്ളത് ഇവിടെ എന്താണ്? ഈ 2 ആയിരിക്കും ശരിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. നോക്കിയേ, അപ്പോൾ ഇതിന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്ത് ജനീവയാണ്, തെറ്റാണ്. അതേപോലെ തന്നെ എന്താണ്? ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇതിൻ്റെ അകത്ത് പറയുന്നത് സ്വീഡൻ ആണ് അവസാനമായി ചേർന്നത്. അപ്പോൾ എന്താണ്? നാറ്റോയുടെ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ ആണ്. അപ്പൊ അത് എന്താണ്? നിലവിൽ ശരിയാണ്. ഇനി നോക്കിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പോൾ എന്താണ്? 4ാമത്തെയും എന്താണ്? നിലവിൽ തെറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നാറ്റോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നാറ്റോ സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അത് 1949 ഏപ്രിൽ 4 നാറ്റോ സ്ഥാപിതമായത്. അതേപോലെ തന്നെ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രസൽസ്, ബെൽജിയമാണ്. അംഗരാഷ്ട്രങ്ങൾ 32 ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം നമുക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നാറ്റോ രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ എണ്ണം 12 രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. നാറ്റോയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്നു ലോർഡ് ഇസ്മായി എന്ന് പറയുന്നത്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഓർത്തു വച്ചോ, ഇനിയായാലും ചോദിക്കാവുന്ന ചോദ്യമാണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഏതൊക്കെ? ഇംഗ്ലീഷും ഫ്രഞ്ചും. നാറ്റോയുടെ സൈബർ ഡിഫൻസ് ഗ്രൂപ്പിൽ അംഗമായ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ. അഫ്ഗാനിലെ നാറ്റോ സേനയുടെ തലവനാണ് ജെൻ സ്കോട്ട് മില്ലർ എന്ന് പറയുന്നത്. ഇനി നാറ്റോ ഉച്ചകോടിയുടെ വേദി 2024 വാഷിംഗ്ടൺ DC ആണ്. 2023 വിൽനിയസ് ലിത്വാനിയയാണ്. 2022 മാഡ്രിഡ് ആണ് സ്പെയിൻ. 2021 ബ്രസൽസ് ആണ് ബെൽജിയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ. നാറ്റോയുടെ ഉച്ചകോടി വേദികളാണ് 2024 വാഷിംഗ്ടൺ DC ആണ്. 2023 ആണെങ്കിൽ വിൽനിയസ് ആണ്. 2022 മാഡ്രിഡ് ആണ്. 2021 ബ്രസൽസ് ആണ്. നാറ്റോയുടെ 14ാമത്തെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മാർക്ക് റൂട്ട് ആണ്. 13ാമത്തെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ ജെൻസ് സ്റ്റോളൻബർഗ് ആണ്. ജെൻസ് സ്റ്റോളൻബർഗ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഒത്തിരി തവണ PSC ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ് നാറ്റോ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെക്കുറിച്ച്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡികൾ ഏതാണ്? അപ്പോൾ താഴെ കൊടുക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. റോബിസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, എപ്രിൽസ് ത്രീസസ് VN ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേത്തും. ഇതിൻ്റെ അകത്ത് ഏതാണ് ജോഡികളിൽ തെറ്റായ ജോഡി എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് തെറ്റായ ജോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് റോബിസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഈ പറയുന്ന ജോഡി ശരിയാണ്. അടുത്ത് നോക്കി, ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്
VA ലെനിൻ്റെയാണ്. അതായത് വ്ളാഡിമർ ലെനിൻ, അതായത് വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ എന്താണ് പുസ്തകങ്ങളിൽ പെടുന്നതാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റോബിസ്പിയർ എന്ന് പറയുന്ന ആള്, അതായത് ജാക്കോബിയൻ ക്ലബ്ബിൽ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോയതാണ് റോബിസ്പിയറിനെ കുറിച്ചും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അനുയായികളായിരുന്നു രണ്ടുപേര്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി റോബിസ്പിയറും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളെക്കുറിച്ചും അവർ നടത്തിയ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് നടത്തിയ കൂട്ടക്കൊലകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ റോബിസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ് VA ലെനിൻ്റെ പുസ്തകമാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ഫ്രഞ്ച് തത്വചിന്തകർ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന ഓരോരുത്തരെയും പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പഠിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്നത് രചിച്ചത് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താണ്, നിലവിൽ തെറ്റാണ്. അടുത്തത് ലോങ് മാർച്ച്. വളരെ കാലങ്ങളായിട്ട് തന്നെ നമുക്ക് GK ഭാഗത്ത് നിന്ന് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ലോങ് മാർച്ച്, മാവോ സേതൂങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെയാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആയിരിക്കും ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജാക്കോബിയൻ ക്ലബ്ബ് നമുക്കറിയാം, അതായത് രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനം. ജാക്കോബിയൻ ക്ലബിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് റോബിസ്പിയർ ആയിരുന്നു. റോബിസ്പിയറുടെ ഭരണകാലഘട്ടം ഫ്രഞ്ച് ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്നത് ഭീകരവാഴ്ച കാലഘട്ടം എന്ന പേരിൽ തന്നെയാണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ പൊതുര സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുകയും നമുക്കറിയാം മിറാബോയും അതേപോലെ തന്നെ ഡാൻഡൻ എന്നറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് എന്ത് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുകയാണ് റോബിസ്പിയർ. പിന്നീട് അവരുടെ നരഹത്യ അല്ലെങ്കിൽ കൂട്ടക്കൊലയാണ് അങ്ങോട്ടേക്കുള്ള കാലത്ത് പിന്നെ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത അത്രയും കാര്യമാണ് നിലവിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോബിസ്പിയർ എന്ന് പറയുന്ന വ്യക്തി ജാക്കോബിയൻ ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ജോഡി ശരിയാണ്. അടുത്തതാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം റഷ്യൻ വിപ്ലവത്തിന്റെ സമന്വിത നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വ്ളാഡിമർ ലെനിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ് വ്ളാഡിമർ ലെനിൻ. ലെനിൻ ആരംഭിച്ച പത്രം ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. ഏതാണ് ലെനിൻ ആരംഭിച്ച പത്രം എന്ന് പറയുന്നത്? ഇസ്ക്രയാണ്. ഇസ്ക്ര എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ പത്രം. ലെനിന്റെ പുസ്തകങ്ങളാണ് ദ സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ, വാട്ട് ഈസ് ടു ബി ഡൺ, അതേപോലെ തന്നെ ഏപ്രിൽ തീസിസ്. വാട്ട് ഈസ് ടു ബി ഡൺ എന്ന പുസ്തകം എഴുതിയ വർഷമാണ് 1901, 1902. നിയമപരമായ മാർക്സിസ്റ്റുകൾക്കും സാമ്പത്തികവാദത്തിനുമെതിരെ പുസ്തകമായിരുന്നു ഇതെന്ന് പറയുന്നത്. 1924 ജനുവരി 21 ലെനിൻ അന്തരിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലോങ് മാർച്ച് എന്ന് പറയുന്നത്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച യാത്ര, അതിനെയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏകദേശം 12,000 കിലോമീറ്ററാണ് ഇവർ സഞ്ചരിച്ചത്, ലോങ് മാർച്ച് എന്ന് പറയുന്ന ആ ഒരു മാർച്ച്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടത്. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളുടെ മാവോ സേതൂങ്ങായി മാറുകയും ചെയ്തു. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാക്കി തന്നെയാണ് പറയുന്നത്. ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്നത്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിലവിൽ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പഠിച്ച് തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 5ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നോക്കിയേ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തത് 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ നമ്മൾ ഒത്തിരി തവണ PSCയുടെ HGS, LDC, ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ ചോദിച്ച ചോദ്യമാണ് അതിർത്തി ഗാന്ധി. നാളുകളായിട്ട് PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന അതിർത്തി ഗാന്ധി. ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്.
അതേപോലെ തന്നെ എന്താണ് ഖുദായി ഖിദ്മത്കാർ എന്ന സംഘടന രൂപീകരിച്ചതും ആര് തന്നെയാ? അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഖുദായി ഖിദ്മത്കാർ എന്ന് പറയുന്ന സംഘടന. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്കൊരു ഡൗട്ടായിട്ട് വന്നത്. അത് 88 ജനുവരി 20 അന്തരിച്ചു, 87 ഭാരതരത്നം ലഭിച്ചു. ആ ഒരു കാര്യമാണ് നമുക്കൊരു എന്തെന്ന് പറയുന്നത് ഒരു ഡൗട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താണ് നിലവിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓർത്താൽ മാത്രം മതി. അതായത് എന്താണ് 88 അന്തരിച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 87 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് എന്നോർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഈ ചോദ്യം നമുക്ക് ശരിയാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആരൊക്കെ ശരിയാക്കിയെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിലവിൽ ശരിക്കും ട്രിവാൻഡ്രം LDC എഴുതിയ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ച് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലാണ്. പത്താംകാർക്കിടയിലെ ശക്തമായ അഹിംസാ പ്രസ്ഥാനമായ ഖുദായി ഖിദ്മത്കാർ, അതായത് ദൈവ എന്താണ് ദൈവസേവകരുടെ സംഘം എന്നതാണ് ഈ ഖുദായി ഖിദ്മത്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഘടന രൂപം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ബാദ്ഷാ ഖാൻ എന്നും അറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അദ്ദേഹമാണ് ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്നു. ആ സംഘടനയാണ് ഖുദായി ഖിദ്മത്കാർ എന്ന് പറയുന്നത്. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ലഭിച്ചത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്യക്തിയെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാം. ആദ്യമായി ഭാരതരത്നം ലഭിച്ച വിദേശിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ അതുകൊണ്ടാണ് 1987 നമുക്ക് ഓർത്തു വയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഈ പറയുന്ന കുറച്ച് ഗാന്ധിമാർ, അപരനാമങ്ങളും അപരഗാന്ധിമാർ ഒന്ന് നോക്കാം. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ഇന്തോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോ ആണ്. കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തെ. ശ്രീലങ്കൻ ഗാന്ധി MT അരിയരത്ന. ബാൽക്കൻ ഗാന്ധി ഇബ്രാഹിം റുഗേവ. കൊസാവോ ഗാന്ധി ഇബ്രാഹിം റുഗേവ. അതേപോലെ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല. ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷർ. ബൊളീവിയൻ ഗാന്ധി സൈമൺ ബൊളീവർ. ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളീവർ. ജപ്പാൻ ഗാന്ധി കഗേവ. ഖാന ഗാന്ധി ക്വാമി എൻ ക്രൂമ. ബർദോളി ഗാന്ധി സർദാർ വല്ലഭായി പട്ടേൽ. ആധുനിക ഗാന്ധി ബാബ ആംതെ. ഡൽഹി ഗാന്ധി നെയ്യാറ്റിൻകര കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി. ഓക്കെ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IK കുമാരൻ മാസ്റ്റർ ആണ്. കേരള ഗാന്ധി K കേളപ്പനാണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ഡണ്ടനാണ്. യങ് ഗാന്ധി ഹരിലാൽ ഗാന്ധി. അഭിനവ ഗാന്ധി അണ്ണാ ഹസാരെ. ടാൻസാനിയൻ ഗാന്ധിയാണ് ജൂലിയസ് നെരേര. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം നമ്മൾ പറഞ്ഞ ഈ 5 ചോദ്യങ്ങൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഈ പറയുന്ന ആദ്യത്തെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണന ക്രമത്തിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നത് ചാന്നാർ ലഹള 1859, വൈക്കം 1924, ക്ഷേത്രപ്രവേശനം 1936, മലബാർ കലാപം എന്ന് പറയുന്ന 1921. നമ്മൾ പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതെന്തിൻ്റെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13 അതേപോലെ തന്നെ 1948 ജനുവരി 20 ഗാന്ധിജിയുമായി നേരെ ആദ്യത്തെ വധശ്രമം നടന്നത്. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ വച്ച് 5:17 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? വെടിയേറ്റ് മരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നാറ്റോനെ കുറിച്ചായിരുന്നു. നാറ്റോ നമ്മൾ പറഞ്ഞു, അതായത് എന്താണ് നാറ്റോന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് നാറ്റോന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. രൂപീകൃതമായത് 1949 ഏപ്രിൽ 4 രൂപീകൃതമായത്. ആസ്ഥാനം ബ്രസലാണ്. അതേപോലെ അംഗരാഷ്ട്രങ്ങൾ 32. നാറ്റോ രൂപീകൃതമായപ്പോൾ 12 പേരായിരുന്നു. നാറ്റോയുടെ ആദ്യമായ സെക്രട്ടറി എന്ന് പറയുന്നത് ലോർഡ് ഇസ്മായി ആണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വീഡനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ജോഡി തെറ്റായ ജോഡി കണ്ടെത്തുക. റോബിസ്പിയർ എന്ന് പറയുന്നത് നമുക്കറിയാം ജാക്കോബിയൻ ക്ലബിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികളായിരുന്നു മിറാബോയും ഡാൻഡോയും. ഏപ്രിൽ തീസിസ് ആരുടെയാണ്? നമ്മുടെ ലെനിന്റെ പുസ്തകമാണ് ഏപ്രിൽ തീസിസ്. അതേപോലെ തന്നെ ദ സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ വാട്ട് ഈസ്
ടു ബി ഡൺ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെയാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് ആരുടെയാണ്? മൊണ്ടസ്ക്യൂവിൻ്റെയാണ്. അതായത് നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോങ് മാർച്ച് എന്ന് പറയുന്നത് മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ എന്താണ് അടുത്ത് നമ്മൾ പഠിച്ച താഴെ കൊടുത്തിരിക്കുന്നതിൽ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എല്ലാം എന്താണ്? ശരിയാണ്. അതിർത്തി ഗാന്ധി എന്ന് പറയുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 87 ഭാരതരത്ന ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. നമ്മൾ പറഞ്ഞു ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറയുന്നത് എന്താണ്? ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും ഈ ഒരു സംഘടന അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഇതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവ സേവകരുടെ സംഘം എന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഖുദായി ഖിദ്മത്ഗാർ എന്ന് പറയുന്നത്. 5 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. LDC 2024 ട്രിവാൻഡ്രം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. എനിക്ക് ആകെപ്പാടെ ഒരു വിഷമമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ എനിക്ക് അത്രയൊന്നും സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിൽ ഇന്ന് ക്ലാസ്സുകൾ മുടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മളിന്ന് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ നേരെ വരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. പിന്നെ എനിക്കിത് എഴുതാൻ നിലവിൽ എന്താണ് ഞാൻ പല ടൂൾസ് എടുത്ത് നോക്കി, പക്ഷെ അത് പറ്റുന്നില്ല. ഞാൻ നോക്കട്ടെ. എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ ഫാക്റ്റുകൾ വരുന്നത് എഴുതി കാണിക്കാൻ പാകത്തിനൊരു സൗകര്യം ഉണ്ടെങ്കിൽ അതുകൂടി ഞാനൊന്ന് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതേപോലെ നമുക്ക് ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ 100 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് സെക്രട്ടറി ടെസ്റ്റിന് മുമ്പ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് എല്ലാ പോർഷൻസും 4 ഓപ്ഷൻസ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ ബാക്കി ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. 5ഉം 10ഉം 15ഉം 20ഉം ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഓരോ ദിവസങ്ങളും കടന്നു പോകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഫുൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസുകൾ എഴുതുക, പോരായ്മകൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.